എല്ലാവർക്കും വന്ദനം. റോമാലേഖനത്തിലൂടെ ഉള്ള യാത്ര നമ്മുടെ ജീവിതം ഒരു അപ്പോസ്തോലിക ശുശ്രൂഷയിലേക്ക് ചെന്നെത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അസാധാരണമായ കൃപകളും വരങ്ങളുമുള്ള ഒരു ജീവിതമായി ഈ റോമാലേഖനം നമ്മെ നയിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 1-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. സുവിശേഷം എന്ന വിഷയത്തിൽ ഞാൻ കടക്കാരനാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. ഞാൻ എല്ലാവർക്കും കടക്കാരനാണ്, കാരണം സുവിശേഷം എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനത് തരണം. അത് എല്ലാ മേഖലയിലുള്ളവർ, യവനന്മാർ, യഹൂദന്മാർ, ഉയർന്നവർ, താണവർ, എല്ലാ നിലവാരത്തിലുള്ളവർക്കും, വലിയ ജ്ഞാനികൾ, ബുദ്ധിഹീനർ, എല്ലാ തരത്തിലുള്ളവർക്കും ഞാൻ കടക്കാരനാണ്. അതിൻ്റെ അർത്ഥം സുവിശേഷം വലിയവർക്കുള്ളതല്ല, സുവിശേഷം ബുദ്ധിയില്ലാത്തവർക്കുള്ളതല്ല, സുവിശേഷം ആദാമ്യ സന്തതികൾക്കുള്ളതാണ്. സുവിശേഷം എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. എന്താണ് സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചുയർക്കയിൽ ദൈവപുത്രനെന്ന് ശക്തിയോടെ തെളിയിച്ച യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. ആ വിശ്വാസം ഒരു മനുഷ്യനെ എല്ലാ പാപത്തിൽ നിന്നും പിശാചിന്റെ എല്ലാ അനീതിയിൽ നിന്നും വിടുവിക്കുന്നു എന്നുള്ളതാണ് സുവിശേഷം. ഇത് എല്ലാവരും അറിയുമ്പോൾ എല്ലായിടത്തും എല്ലാവർക്കും വിടുതല. സുവിശേഷം കൊണ്ട് മാത്രമേ മാനവജാതിയെ മാറ്റി മറിക്കാൻ കഴിയൂ. പണത്തിന് കഴിയാത്തത്, മരുന്നിന് കഴിയാത്തത്, വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തത്, സാങ്കേതിക വിദ്യകൾക്ക് കഴിയാത്തത്, ഇതാ സുവിശേഷത്തിന് കഴിയും. സുവിശേഷത്തിന് നിത്യജീവൻ തരാൻ കഴിയും. സുവിശേഷത്തിന് സൗഖ്യം നൽകുവാൻ കഴിയും. സുവിശേഷത്തിന് സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം തരുവാൻ കഴിയും. സുവിശേഷത്തിന് മാത്രമേ കഴിയൂ. സുവിശേഷം നമ്മെ ചന്ദ്രനിൽ കൊണ്ടുപോകുന്നൊന്നും പറയുന്നില്ല, എന്നാൽ സുവിശേഷം നമ്മെ നിത്യതയിൽ കൊണ്ടുപോകും. സുവിശേഷത്തിന് നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം തരാൻ ശേഷിയുണ്ട്. ഈ സുവിശേഷത്തിന് ഞാൻ കടക്കാരനാണ്. മാത്രമല്ല, എനിക്ക് ഈ സുവിശേഷ നിമിത്തം എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. എനിക്ക് ലജ്ജയില്ല. സുവിശേഷം അത് അതിശ്രേഷ്ഠമായ ഒന്നാണ്. ഇത് എവിടെയും പറയാൻ എനിക്ക് ലജ്ജയില്ല. ഇന്ന് നമ്മൾ പലപ്പോഴും ലജ്ജിക്കുന്നത് സഭയിൽ വന്ന് വളരെയധികം ഒരു ദൈവ പൈതലാണ് എന്ന നിലയിൽ ആരാധനയും കൂട്ടായ്മയും ചർച്ചിൽ വേണമെങ്കിൽ വലിയ സാക്ഷ്യവും ഒക്കെ പറയുമെങ്കിലും ചർച്ചിൻ്റെ ഗേറ്റ് കടന്നു കഴിയുമ്പോൾ അത് മറ്റുള്ളവരോടൊന്ന് പരസ്യമായിട്ട് പറയാൻ ലജ്ജിക്കുന്ന ഒരു നല്ല ശതമാനം വിശ്വാസികൾ സമൂഹത്തിൽ പല സഭകളിലുമുണ്ട്. അപ്പോൾ ലജ്ജ എന്നുള്ളത് സുവിശേഷത്തിൽ പാടില്ല എന്നാണ് പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്ന്, ലജ്ജയില്ലാത്ത വിശ്വാസം. പൗലോസ് ജയിലിൽ പോയി, പൗലോസ് പീഡനങ്ങളിലൂടെ പോയി. ജയിലിൽ പോയിട്ട് തിരിച്ചു വരുന്നവർക്ക് മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ വലിയ നാണക്കേടായിരിക്കും. എല്ലാവർക്കും അല്ല, ഇപ്പോഴത്തെ കാലത്ത് പലർക്കും ഒരു ട്രെൻഡാണ്. ചിലര് പീഡന കേസിലൊക്കെ ജയിലിൽ പോയി എന്ന് പറഞ്ഞാൽ അവർക്കാണ് ഫാനുകൾ കൂടുതൽ, അവർക്കാണ് കൂടുതൽ. അങ്ങനെയുള്ള ചെറുക്കന്മാരെ കെട്ടാൻ പെണ്ണുങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ്. പീഡന കേസിൽ പ്രതിയായി ജയിലിൽ പോയ ആൺപിള്ളേരുണ്ടോ? അവന്മാരൊക്കെയല്ല തൻ്റെ ഇടമുള്ളവരെന്ന് പറയുന്ന ഒരു വല്ലാത്ത ജാതി ജനറേഷൻ നമ്മുടെ കാലത്തുണ്ട്. പീഡന കേസ്, ജയിൽ, ഇതിലെല്ലാം ലജ്ജയില്ലാത്തവരുണ്ട്. അതുകൊണ്ടാണ്
പരസ്യമായി പാപം ചെയ്യാനും പരസ്യമായി അവരുടെ മ്ലേച്ഛകരമായ കാര്യങ്ങൾ പ്രഖ്യാപിക്കാനും അവർക്ക് യാതൊരു നാണവുമില്ല. അപ്പോൾ നാണിക്കേണ്ടത് എന്തിനാണെന്നും എന്തിന് നാണിക്കണമെന്നും പൗലോസ് പറഞ്ഞു തരികയാണ്. പാപം ചെയ്ത് മോശമായി ജീവിക്കുന്നവനാണ് ലജ്ജിക്കേണ്ടത്. എന്നാൽ സുവിശേഷമോ ലജ്ജ മാറ്റുന്ന ഒന്നാണ്. എന്താണ് ലജ്ജ? ലജ്ജ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ കഴിയുന്നില്ല. വെയിലാറുമ്പോൾ ദൈവം ആദാമിനെ ഔവ്വയും കാണാൻ ഇറങ്ങി ചെല്ലുമ്പോൾ അവർ ഓടി ഒളിക്കുകയാണ്. ലജ്ജയാണ്. ദൈവത്തിൻ്റെ മുഖത്തെ എങ്ങനെ നോക്കും? ഇത് പലർക്കും പ്രാർത്ഥന ജീവിതത്തെ സാരമായി ബാധിക്കാറുണ്ട്. വിശ്വാസികൾ പോലും പാപം ചെയ്ത ശേഷം ജീവിതത്തിൽ ഒരു തെറ്റിൽ അകപ്പെട്ടു പോയി, പിന്നീട് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ബൈബിൾ വായിക്കാനായിട്ട് കഴിയുന്നില്ല, ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് കർത്താവിനോട് കരുണയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിട്ട് മടങ്ങി വരണം. 70 വട്ടം ക്ഷമിക്കുന്നൊരു കർത്താവ് എന്ന് കരുതി എപ്പോഴും തെറ്റ് ചെയ്യാനല്ല, എങ്കിലും അങ്ങനെ സംഭവിച്ചു പോയി. എനിക്കും നിങ്ങൾക്കും അത് സംഭവിക്കാറുണ്ട്. അത് മരണകരമായതല്ല, ജീവിതത്തിൽ പല കാര്യങ്ങളിലും. എന്നാൽ അത് ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. പൗലോസ് പറയുകയാണ്, എനിക്ക് ലജ്ജയില്ല. യേശുവിന് വേണ്ടി ജയിലിൽ പോയതിൽ ലജ്ജയില്ല, യേശുവിന് വേണ്ടി അടി കൊണ്ടതിൽ ലജ്ജയില്ല, യേശുവിന് വേണ്ടി ചന്ത സ്ഥലങ്ങളിൽ ഉറക്കെ വിളിച്ചു പറയുന്നതിൽ ലജ്ജയില്ല, യേശുവിനെ എവിടെയും ആഘോഷിക്കുന്നതിൽ ലജ്ജയില്ല. പൗലോസ് പറയുകയാണ്, എനിക്ക് ലജ്ജയില്ല. കാരണം ഇത് ഞാൻ സത്യമാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന പലരുടെയും ജീവിതത്തിൽ ഇന്ന് ഇങ്ങനൊരു ശരിയായ ചിത്രം, മനുഷ്യനെ മാറ്റിമറിക്കുന്ന സ്വർഗത്തിലെ ഏറ്റവും വിലയേറിയ സുവിശേഷത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന ഭാഗമാക്കി, എനിക്ക് ലജ്ജയില്ല, എൻ്റെ ദൈവം വെച്ചിരിക്കുന്ന സുവിശേഷം എന്ന ഈ മാർഗം പറയുന്നതിൽ, പാടുന്നതിൽ, അതിനുവേണ്ടി ചുവടുവെക്കുന്നതിൽ, ഇനി മറ്റുള്ളവർ എന്തെല്ലാം പറഞ്ഞാലും ഈ ലോകം എന്നെ പകയ്ക്കും. കാരണം ഞാൻ ലോകക്കാരനല്ല. അതാണ് യോഹന്നാൻ 15 പറയുന്നത്. 17, 18 വായിക്കുമ്പോൾ കാണാം, ലോകക്കാരന് സുവിശേഷം പറയാൻ പറ്റില്ല, എന്നാൽ ഞാൻ ദൈവ പൈതലാണ്, എനിക്ക് സുവിശേഷമുണ്ട്, അത് എൻ്റേതാണ്, എനിക്കത് പറയാം. ആ സുവിശേഷമാണ് എന്നെ രക്ഷിച്ചത്. നിങ്ങളെയും ഇത് രക്ഷിക്കും, നിങ്ങളെയും ഈ സുവിശേഷം സൗഖ്യമാക്കും, നിങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കും. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. 2, അത് രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ ശക്തിയാണ്. സുവിശേഷം ദൈവത്തിൻ്റെ ശക്തിയാണ്. ലുദിയ എന്ന സ്ത്രീ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവുള്ള ഹൃദയം തുറന്നു. ദൈവശക്തി അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ആ കുടുംബം സ്നാനപ്പെട്ടു. സുവിശേഷം പത്രോസിൻ്റെ വള്ളത്തെ നിറച്ചു എന്ന് മാത്രമല്ല, പത്രോസ് ആ വള്ളവും വലയും വേണ്ടെന്ന് വെച്ച് ഇറങ്ങിത്തിരിക്കണമെങ്കിൽ ഇത് ശക്തിയാണ്. യാക്കോബ് യോഹന്നാനും അപ്പനോടുകൂടെ വലയെ ഉപേക്ഷിക്കാൻ കാരണം ഇത് ശക്തിയാണ്. ഇതിന് വലിയ ആകർഷണമുണ്ട്. ഇന്ന് ലോകത്തിൽ കിട്ടാവുന്ന എല്ലാറ്റിനേക്കാൾ മികച്ചതാണ് എന്ന ഒരു ബോധ്യം ലഭിച്ച് ഈ സുവിശേഷത്തിന് വേണ്ടി മറ്റെല്ലാം മാറ്റിവെക്കാനുള്ള ഒരു ശേഷി ഈ സുവിശേഷം തരും എന്നുള്ളതിൻ്റെ തെളിവതാണ്. അടുത്തത്, വിശ്വസിക്കുന്നവർക്ക് ഇത് രക്ഷയാണ്. വിശ്വസിക്കുന്നവർക്ക് ഇത് രക്ഷയാണ്. രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. ആര് വിശ്വസിക്കുമോ ആ വിശ്വസിക്കുന്ന മാത്രയിൽ ആ വ്യക്തിയിലേക്ക് ശക്തി വരികയാണ്, ആ വ്യക്തിയിലേക്ക് സമാധാനം വരികയാണ്, ആ വ്യക്തിയിലേക്ക് സ്വസ്ഥത വരികയാണ്, ആ വ്യക്തിയുടെ ജീവിതം ആടിമുടി മാറുകയാണ്.
പാപ സ്വഭാവങ്ങളിൽ പിന്നീട് തുടരാൻ കഴിയാതെ എല്ലാ പാപങ്ങളോടും എന്നേക്കുമായിട്ട് യാത്ര പറയാൻ കഴിയുന്ന അസാധാരണമായ ഒന്നാണ് സുവിശേഷം. വിശ്വസിക്കുന്നവർക്ക് രക്ഷയാണ്. എല്ലാവർക്കും സുവിശേഷം എല്ലാവർക്കും ഉള്ളതാണ്. എന്നാൽ വിശ്വസിക്കുന്നവർക്കാണ് രക്ഷയുണ്ടാകുന്നത്. സുവിശേഷം കേട്ടതുകൊണ്ട് രക്ഷിക്കപ്പെടില്ല. സുവിശേഷം വിശ്വസിക്കുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് രക്ഷയ്ക്കായി ഇത് ദൈവശക്തിയാകണമെങ്കിൽ, രക്ഷയാകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാകണമെങ്കിൽ, യേശുവേ എൻ്റെ ഉള്ളിലേക്ക് അങ്ങ് വരണമേ, എൻ്റെ പാപം ക്ഷമിക്കണമേ, അങ്ങേ ഞാൻ കർത്താവ് രക്ഷകനായി സ്വീകരിക്കുന്നു. ഈ ഒരു വാക്ക് നമ്മൾ ഹൃദയപൂർവ്വം പറയുമ്പോൾ നാം രക്ഷിക്കപ്പെടുകയാണ്. നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടുവോ? ശിക്ഷയിൽ നിന്ന് പുറത്തു വന്നുവോ? പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വന്നുവോ? ഇതൊക്കെയാണ് സുവിശേഷം നമ്മോട് ചോദിക്കുന്നത്. നമ്മൾ പുറത്തു വന്നില്ലെങ്കിൽ യേശുവേ എന്ന് വിളിച്ച് ഏത് മനുഷ്യനെയും രക്ഷിക്കാൻ കഴിയുന്ന സുവിശേഷത്തിലേക്ക് കടന്നു വരാൻ കർത്താവ് നമ്മെ വിളിക്കുകയാണ്. പൗലോസ് സദാ പറയുന്നത്, എനിക്ക് ലജ്ജയില്ല, ഇതെല്ലാവരോടും പറയണം. കർത്താവിനെ കുറിച്ച് എല്ലാവരോടും പറയണം. അടുത്ത വീടിന് തീ പിടിച്ചു. നമ്മൾ നമ്മുടെ ജനാലയിലൂടെ കിടക്കുമ്പോൾ എന്തോ ഒരു തീ പോലെ തോന്നി. ജനാല തുറന്നപ്പോൾ അടുത്ത വീട്ടിൽ തീയാണ്. നമുക്ക് അവരുടെ വീട്ടിൽ, ആ വീടുമായിട്ട് വർഷങ്ങളായിട്ട് ചിലപ്പോൾ മിണ്ടാത്ത വീടായിരിക്കും, എന്തൊക്കെയോ അകലങ്ങളുണ്ടാകും. എന്നാൽ തീ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുമോ, ആ നമ്മളുമായിട്ട് വഴക്കാണ്, സാരമില്ല എന്ന് പറയുമോ? നമ്മൾ ഒച്ചയെടുത്ത് നിലവിളിച്ച് നാട്ടുകാരെ വിളിച്ചു കൂട്ടി മണ്ണ് വാരി എറിയുന്നുവോ, ബക്കറ്റിൽ വെള്ളം കോരി എറിയുന്നുവോ, എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യും. സുവിശേഷം ഇതാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതം നരകമായിക്കൊണ്ടിരിക്കുമ്പോൾ, ആളിക്കത്തി തീർന്നുകൊണ്ടിരിക്കുമ്പോൾ, അതിനെ തണുപ്പിക്കുവാൻ, ആ തീയെ കെടുത്തുവാൻ, നരക തീയെ കെടുത്തുവാൻ ലജ്ജിക്കാതെ ഓടിച്ചെല്ലുന്ന ഒരു സുവിശേഷത്തിൻ്റെ ശക്തി നമ്മിൽ വ്യാപരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. മറ്റുള്ളവരെ രക്ഷിക്കാൻ ലജ്ജയില്ലാതെ ഈ ദൈവശക്തിയുമായി പുറപ്പെടാൻ പരിശുദ്ധാത്മാവ് നമ്മെ നിർബന്ധിക്കുന്നു. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഞങ്ങൾ ഈ പറയുന്ന പോലെ പോകുന്നവരല്ല, ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്കതിനുള്ള ശക്തി ഉണ്ട്, എങ്കിലും ഞങ്ങളത് ജ്ഞാനത്തോടെ ഉപയോഗിക്കുന്നില്ല. സുവിശേഷത്തിൻ്റെ ശക്തി ശരിയായ സമയത്ത് ശരിയായ നിലയിൽ ഉപയോഗിക്കാഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ സമൂഹം മാറിയിട്ടില്ല. ഞങ്ങളെ ഈ സമൂഹത്തിൽ വലിയ ഒരു മാറ്റത്തിനായി, ജനങ്ങളുടെ വിടുതലിനായി, സൗഖ്യത്തിനായി, നിത്യജീവനായി ഞങ്ങളെ ഉപയോഗിക്കണം. ഇത് കേൾക്കുന്ന എല്ലാവരും ഉപയോഗിക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ. യേശു കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പുതിയ ആഴ്ച മുതൽ വലിയ ദൈവപ്രവർത്തികൾ കാണാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ആഴ്ചയിൽ ഈ വചനങ്ങളെല്ലാം കേട്ടിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. നാളെ നമുക്കിതേ സമയത്ത് കാണാം. നിങ്ങൾ ഈ സുവിശേഷത്തെക്കുറിച്ചുള്ള പഠനം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ഒരു വിശ്വാസി എന്തായിരിക്കണം എന്നുള്ള ഗൗരവമായ ചിന്തകൾ നമുക്ക് ഈ പുസ്തകം തരുന്നു. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഗോഡ് ബ്ലെസ് യു. മഹോന്നതം തിരുനിമിത്തം അതിശ്രേഷ്ഠം തിരഞ്ഞെടുപ്പോ അവർണ്ണനീയം. മഹോന്നതം 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 നിമിത്തം അതിശ്രേഷ്ഠം തിരഞ്ഞെടുപ്പോ അവർണ്ണനീയം. വർണ്ണിച്ചിടാ